ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് PSC വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ കൺഫർമേഷൻ എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കൺഫർമേഷൻ എവിടെയാണ് വന്ന് കിടക്കുന്നത്, കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ PSC കേരള PSC തുളസി എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നമ്മുടെ ഫോൺ നമ്പറിലേക്കും മെയിൽ ID-യിലേക്കും ഒരു OTP വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവും. പിന്നെ മൈ ആപ്ലിക്കേഷൻസ്, നോട്ടിഫിക്കേഷൻ, കൺഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കൺഫർമേഷനിലാണ് ഞാൻ നോക്കുന്നത്. കൺഫർമേഷൻ ഇവിടെ ആക്റ്റീവ് കൺഫർമേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. അതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇനി നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റ് വൈഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആകെ ഒരു പോസ്റ്റ് ഇവിടെ കാണാനുള്ളൂ. സൈഡിൽ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ അത് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്